ഫെബ്രുവരി 5 റീഡേഴ്സ് ഡൈജസ്റ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വായനക്കാരുടെ പ്രിയപ്പെട്ട മാസികയായ റീഡേഴ്സ് ഡൈജസ്റ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1922 ഫെബ്രുവരി 5 അമേരിക്കയിലാണ്. ഡേവിഡ് വാലസും ഭാര്യ ലില വാലസും കൂടിയാണ് ഇത് സ്ഥാപിച്ചത്. തങ്ങൾ വായിച്ച വൈവിധ്യമാർന്ന മാസികകളിൽ നിന്ന് കിട്ടിയ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലേഖനങ്ങളുടെ സംക്ഷിപ്ത രൂപം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. പ്രസിദ്ധീകരണം തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന് ലക്ഷക്കണക്കിന് വരിക്കാരായി. 1938 ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യത്തെ ഇൻ്റർനാഷണൽ എഡിഷൻ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 100ഓളം ലോകരാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. 1954 റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ഇന്ത്യൻ പതിപ്പ് വിപണിയിലെത്തി. ടാറ്റ ഗ്രൂപ്പാണ് മാസിക പ്രസിദ്ധീകരിച്ചതും വിറ്റഴിച്ചതും. വായനക്കാർ അയക്കുന്ന അനുഭവങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ വായനക്കാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും ഈ മാസികയ്ക്ക് കഴിയുന്നു. അപ്പോളോ 14 3 അമേരിക്കൻ ശാസ്ത്രജ്ഞരുമായി ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുവാനുള്ള അമേരിക്കയുടെ അപ്പോളോ ദൗത്യങ്ങളിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ 3ാമത്തെ ദൗത്യമായിരുന്നു അപ്പോളോ 14. 1971 ജനുവരി 31 പുറപ്പെട്ട ദൗത്യം ഫെബ്രുവരി 5 ചന്ദ്രനിൽ ഇറങ്ങി. അലൻ ഷെപ്പേർഡ്, സ്റ്റുവർട്ട് റൂസ, എഡ്ഗർ മിച്ചൽ എന്നീ 3 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയ ആദ്യ ദൗത്യം 1969 ജൂലൈ 16 പുറപ്പെട്ട് ജൂലൈ 20 ചന്ദ്രനിൽ ഇറങ്ങി ജൂലൈ 24 തിരിച്ചെത്തിയ അപ്പോളോ 11 അതിനുശേഷം 1969 നവംബർ 14 വിക്ഷേപിച്ച അപ്പോളോ 12 3 യാത്രക്കാരുമായി നവംബർ 19 ചന്ദ്രനിലെത്തി തിരിച്ചു വന്നു. 1976 ഏപ്രിൽ 11 വിക്ഷേപിച്ച അപ്പോളോ 13 ദൗത്യം ചന്ദ്രനിൽ എത്താതെ പരാജയപ്പെട്ട് ഭൂമിയിൽ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് അപ്പോളോ 14 വിജയകരമായി ചന്ദ്രനിലെത്തി തിരിച്ചു വരുന്നത്. മോഡേൺ ടൈംസ് പ്രദർശനം തുടങ്ങി. ലോക സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമയാണ് ചാർലി ചാപ്ലിൻ കഥാരചന നടത്തുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും പ്രധാന വേഷം അഭിനയിക്കുകയും ചെയ്ത മോഡേൺ ടൈംസ് എന്ന സിനിമ. സ്വതസിദ്ധമായ അഭിനയ മുദ്രകളിലൂടെ ചാർലി ചാപ്ലിൻ ഒരു ഫാക്ടറി തൊഴിലാളിയായി നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ആദ്യ പ്രദർശനം നടത്തിയത് 1936 ഫെബ്രുവരി 5 ന്യൂയോർക്കിലെ റിവോലി തിയേറ്ററിലാണ്. ചാർലി ചാപ്ലിൻ്റെ അവസാനത്തെ നിശബ്ദ ചിത്രം കൂടിയാണിത്. ലോകരാജ്യങ്ങളിലെല്ലാം വളരെ ജനപ്രീതി നേടിയതും ഇന്നും എവിടെയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സിനിമയാണിത്. ആദ്യന്തം ഹാസ്യവും ചിരിയും നിറഞ്ഞു നിൽക്കുന്ന ഈ സിനിമയിൽ ആധുനിക കാലത്തെ വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും എങ്ങനെ മനുഷ്യനെ യന്ത്രവൽക്കരിക്കുന്നു എന്നും ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നു.